പകുതി വിലയ്ക്ക് വനിതകൾക്ക് ഇരുചക്ര വാഹനം. ഇടുക്കിയിൽ കോടികളുടെ തട്ടിപ്പ്. ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി വീട്ടമ്മമാർ പരാതി നൽകി. തട്ടിപ്പ് നടത്തിയ തൊടുപുഴ സ്വദേശി അനന്തുകൃഷ്ണനെ ഇന്നലെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വൻകിട കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനം നൽകാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചാണ് സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തൊടുപുഴ കുടയത്തൂർ ചൂരക്കുളങ്ങര അനന്തുകൃഷ്ണനെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത 3 തട്ടിപ്പ് കേസിൽ ഇയാൾ പ്രതിയാണ്. ഇടുക്കി ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിൽ സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചായിരുന്നു തട്ടിപ്പ്. സൊസൈറ്റി അംഗങ്ങളെ കൊണ്ട് ഇയാൾ രൂപീകരിച്ച കൺസൾട്ടൻസിയിലേക്ക് ഇരുചക്രവാഹനം നൽകാമെന്ന് പറഞ്ഞ പണം വാങ്ങിയിരുന്നു. സ്ത്രീകൾക്ക് 50% വിലക്കുറവിൽ സ്കൂട്ടി വിതരണം ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഒരു വർഷമായിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് 60,000 രൂപ വെച്ച് ഇവർ മേടിച്ചിട്ട് 3 മാസത്തിനകം വണ്ടി തരാം എന്ന് പറഞ്ഞാണ് ഞങ്ങളെ ഇതിലിട്ട് വിളിച്ചത്. കോർഡിനേറ്റർമാർ വിളിക്കുമ്പോൾ അവർ നമ്മളോട് വേറൊരു രീതിയിലാണ് അവരുടെ സംസാരം. കാരണം അവരാരും പൈസ ഇത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തു തരുന്നതാണോ എന്നുള്ളൊരു രീതിയിലുള്ള സംസാരമാണ്. സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്കിന് കീഴിലും ഇത്തരം സൊസൈറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. 62 സീഡ് സൊസൈറ്റികൾ മുഖേന പണപ്പിരിവ് നടത്തി. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ മാത്രം 50-ലധികം പരാതികളാണ് വീട്ടമ്മമാർ ഇതിനോടകം നൽകിയത്. പണം തിരികെ നൽകുമെന്നാണ് ഇടനിലക്കാരായി പ്രവർത്തിച്ച കോർഡിനേറ്റർമാർ പറയുന്നത്. സ്കൂട്ടിക്ക് അടച്ചേക്കുന്നവരുടെ സാറിൻ്റെ അക്കൗണ്ടിലോട്ട് നേരിട്ട് അടച്ചേക്കുന്നതാണ്. കാർഷികോപകരണങ്ങളുടെ പൈസ ഞങ്ങൾ സീഡിൻ്റെ അക്കൗണ്ടിലോട്ട് ഞങ്ങൾ അടച്ചേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളും എല്ലാം കോർഡിനേറ്ററുടെ വശമുണ്ട്. അവരെ ഓഡിറ്റിന് വേണ്ടി നമ്മളത് അവിടെ കൊടുത്തിട്ടുണ്ട്. തട്ടിപ്പിന്റെ വ്യാപ്തി കണ്ടെത്തുന്നതിനായി പോലീസ് പരിശോധന ആരംഭിച്ചു. കോർഡിനേറ്റർമാരുടെ പക്കലുള്ള രേഖകൾ പോലീസ് പിടിച്ചെടുത്തു കഴിഞ്ഞു. റിപ്പോർട്ടർ ഇടുക്കി.